ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു അടിപൊളി അച്ചാറുണ്ടാക്കാം. മാങ്ങയും ഈന്തപ്പഴവും വെച്ചിട്ടാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഈന്തപ്പഴം എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര മധുരമായിരിക്കും ഈ അച്ചാറെന്നൊന്നും വിചാരിക്കേണ്ട. നല്ല ടേസ്റ്റുള്ള നല്ല അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. അതിലേക്ക് നമുക്ക് 100 ഗ്രാം വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ 10 പച്ചമുളകും കൂടി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് വഴറ്റണം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ അച്ചാർ വേഗം കേടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ അംശം പോകണ വരെ നമ്മളിത് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ അവസാനം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ആദ്യമേ ഇടണ്ട, അപ്പോൾ ഇതിൻ്റെ മൂപ്പ് വല്ലാതെ കൂടും. പിന്നെ ശേഷം നമ്മൾ 150 ഗ്രാം ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക. ഈന്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് ഇതിലേക്ക് ചേർത്തിട്ട് അത് ഇതിലേക്ക് മിക്സ് ആവണം. അത് നമുക്ക് കടിക്കാനൊന്നും കിട്ടില്ല, അതിലേക്ക് ഇങ്ങനെ ചേർന്ന് പോകണം. അതും നന്നായി വഴന്നു കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം ചേർക്കുന്നുണ്ട്. കാരണം 2 കിലോ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലിയാണ്, വല്ലാത്ത എരിവില്ല. അതുപോലെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഈ മുളക് പൊടി ഒന്നിങ്ങനെ മൂക്കണം, അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് പോകണം. അതുവരെ നമ്മളിത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു മൂത്ത മണം വരും. ഈ പൊടികളും എല്ലാതും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്തിട്ടുള്ള നല്ലൊരു മണം വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 കിലോ മാങ്ങയുണ്ട്. ഒപ്പം നമുക്ക് 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് വെള്ളം കുറച്ചും കൂടെ ആവശ്യമുണ്ട്, പക്ഷേ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമുക്ക് 3-4 സ്പൂൺ ഉപ്പ് ചേർക്കണം. ഉപ്പ് വല്ലാതെ കൂടണ്ട, സാധാരണ അച്ചാർ പോലെ ഇങ്ങനെ ഉപ്പ് വല്ലാതെ മുമ്പിൽ നിൽക്കണ്ട. ഉപ്പ് പാകത്തിന് മതി, അതാണ് ഈ അച്ചാറിന് ടേസ്റ്റ്. കാരണം ചെറിയ മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ അച്ചാർ. പിന്നെ നമ്മൾ വീണ്ടും 1 കപ്പ് കൂടെ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ കായപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ. കായം വറുത്ത് പൊടിച്ച് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കായപ്പൊടി ചേർക്കാം. ഒരുപാട് കായപ്പൊടിയുടെ ആവശ്യമില്ല, 1.5 ടീസ്പൂൺ മതി. പിന്നെ നമ്മൾ ഉലുവാപ്പൊടി ഇതിൽ ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുത്താൽ നമ്മുടെ അച്ചാർ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടരുത്. ഉപ്പ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറും. പിന്നെ നമ്മൾ അച്ചാറിൻ്റെ കേടാകാതിരിക്കാനും ടേസ്റ്റ് കൂട്ടാനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മളൊരു 1/2 കപ്പ് വിനീഗർ കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് ആപ്പിൾ സിഡർ വിനീഗറോ സാധാരണ വിനീഗറോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനിയിപ്പോൾ നാരങ്ങ നീര് വേണമെങ്കിൽ അതും ചേർക്കാം, പക്ഷേ 1/2 കപ്പ് ചേർക്കണം. അപ്പോൾ എല്ലാം ചേർന്ന് നമ്മുടെ അടിപൊളി അച്ചാർ റെഡി ആയി കഴിഞ്ഞു. നല്ല ഉപ്പും പുളിയും എരിവും മധുരവും എല്ലാം ചേർന്നിട്ടുള്ള അടിപൊളി അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.